കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പിടികിട്ടാപ്പുള്ളി, ഏറ്റവും വലിയ ക്രിമിനലാണെന്ന് പറയുന്നതല്ല, ഏറ്റവും വലിയ പിടികിട്ടാപ്പുള്ളി. 1984 നടന്ന ഒരു കേസിനെ തുടർന്ന് പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിക്കപ്പെട്ട ശ്രീ സുകുമാരക്കുറുപ്പ് അദ്ദേഹം ഇപ്പോഴും തിരശ്ശീലയ്ക്ക് പുറകിലാണ്. ഇന്ത്യയിൽ തന്നെ പലയിടത്തു നിന്നും പല കോളുകളും വന്നിട്ടുണ്ട് ഇദ്ദേഹത്തെ കണ്ടതായി. പോലീസ് എത്തുന്നതിന് തൊട്ട് മുമ്പ് ഇദ്ദേഹം പല സ്ഥലങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളും കേരള പോലീസും CBIയും ഉൾപ്പെടെ ഇന്ത്യയുടെ സകലമാന ഏജൻസികളും ഇപ്പോഴും വലവീശി കാത്തിരിക്കുന്ന ഒരു പ്രതിയാണ് സുകുമാരക്കുറുപ്പ്. ഗൾഫിലും ഇന്ത്യയിൽ തന്നെ പല സ്റ്റേറ്റിലും ഇന്ത്യയുടെ അടുത്തുള്ള രാജ്യങ്ങളിലും വരെ ഇന്ത്യൻ ഏജൻസികൾ ഇയാൾക്ക് വേണ്ടി ഒരുപാട് പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. ഇതുവരെ ഇയാളെ കണ്ടെത്തിയിട്ടില്ല. അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ ഏറ്റവും കുപ്രസിദ്ധനായ പിടികിട്ടാപ്പുള്ളി ആരെന്ന് ചോദിച്ചാൽ അതിനുത്തരം സുകുമാരക്കുറുപ്പ് എന്ന് മാത്രമാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബർ കൗണ്ട് ഇച്ചിരി കുറവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലിങ്ക് ലൈക്ക് ചെയ്യാം. അപ്പോൾ അധികം പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക്. വെൽക്കം ടു ദ വീഡിയോ. ഡോക്ടർ മാധവത്തിൻ്റെ പോലീസ് സർജൻ്റെ ഓർമ്മക്കുറിപ്പുകൾ ഒരു ക്രൈം ഡയറിയാണ്. അതിൽ 25ാമത്തെ അധ്യായമായിട്ടാണ് ചാക്കോ വധവും സുകുമാരക്കുറുപ്പ് എന്നുള്ള ചാപ്റ്റർ വരുന്നത്. അപ്പോൾ അതിലോട്ടാണ് നമ്മൾ പോകുന്നത്. 25 വർഷം കഴിഞ്ഞിട്ടും സുകുമാരക്കുറുപ്പ് കേസ് എന്ന പേരിൽ കുപ്രസിദ്ധി നേടിയ ചാക്കോ വധക്കേസ് ഇന്നും കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ മായാത്ത ഓർമ്മയായി നിലകൊള്ളുന്നു. മുഖ്യപ്രതിയായ സുകുമാരക്കുറുപ്പ് ഇപ്പോഴും പിടികിട്ടാപ്പുള്ളിയായി ഒളിവിലാണെങ്കിലും വിദഗ്ധവും ശാസ്ത്രീയവുമായ അന്വേഷണം നടന്ന ഒരു കേസായിരുന്നു അത്. അത്തരത്തിലൊരു കേസന്വേഷണം നടന്നുകൊണ്ട് മാത്രമാണ് കൊലപാതകം നടന്ന് 3 ആഴ്ച കൊണ്ട് തന്നെ ഗൂഢാലോചനയുടെ മുഴുവൻ ചുരുളുകളും പോലീസിന് അഴിക്കാനായത്. അന്വേഷണത്തിൻ്റെ തുടക്കം മുതലുള്ള ഓരോ ഘട്ടത്തിലും ഫോറൻസിക് പരിശോധനകൾക്ക് നിർണായകമായ പങ്കാണ് ഉണ്ടായിരുന്നത്. ആദ്യം ഒരു പോസ്റ്റ്മോർട്ടം പരിശോധന, പിന്നീട് മൃതദേഹം കുഴിച്ചെടുത്തു വീണ്ടും പരിശോധന, തലയോടിൻ്റെ സൂപ്പർ ഇമ്പോസിഷൻ തുടങ്ങിയ ശാസ്ത്രീയമായ പരീക്ഷണങ്ങൾ. കൊല്ലപ്പെട്ടത് ചാക്കോ തന്നെയെന്ന് ശാസ്ത്രീയമായി തെളിയിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇതെല്ലാം. ഒരു പ്രവാസിയുടെ ദാരുണമായ മരണമെന്നോ കൊലപാതകമെന്നോ ക്രൈം സീനിൽ ഇടം പിടിച്ചേക്കാമായിരുന്ന ഒരു സംഭവമാണ് അവിശ്വസനീയമായ വഴിത്തിരിവുകളിലേക്ക് പൊടുന്നു നീങ്ങിയത്. പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ പുറത്തു വന്ന ഓരോ വെളിപ്പെടുത്തലുകൾക്കും ഒരു കുറ്റാന്വേഷണ നോവലിലെ ക്ലൈമാക്സ് അധ്യായങ്ങളുമായി സാദൃശ്യമുണ്ടായിരുന്നു. ഇങ്ങനെയും ഒരു കൊലപാതകമോ എന്ന് ചിന്തിച്ചു പോകും വിധമായിരുന്നു പ്രതികൾ വിവരണങ്ങൾ ഓരോന്നായി കുറ്റസമ്മതമൊഴിയായി നൽകിയത്. മാവേലിക്കരയിൽ നിന്ന് ചെങ്ങന്നൂരിലേക്ക് പോകും വഴി കൊല്ലക്കടവ് എന്ന പാലത്തിന് സമീപം കുന്നം എന്ന ഒരു സ്ഥലത്ത് ഒരു വയലിൽ കത്തിക്കരിഞ്ഞ കാറിനകത്ത് മൃതദേഹം കണ്ടെത്ത് 1984 ജനുവരി 22 പുലർച്ചെയാണ്. റോഡിലൂടെ പോയ ഒരു കാറിലെ യാത്രക്കാരനാണ് ആ കാഴ്ച ആദ്യം കണ്ടത്. റോഡിൽ നിന്നും വയലിലേക്ക് ഇറങ്ങിയ നിലയിൽ ഒരു അംബാസഡർ കാർ തീ കത്തുന്നു. കാർ യാത്രക്കാർ അടുത്തുള്ള വീട്ടിൽ മുട്ടി വിളിച്ചു. ആ വീട്ടിലെ താമസക്കാരനായ സുരേഷ് കുമാർ അയൽക്കാരനായ രാധാകൃഷ്ണൻ ആശാരിയെ വിളിച്ചുണർത്തി. ഇരുവരും കൂടി കാറിനടുത്തേക്ക് ചെന്നു. കാറിൻ്റെ വലതുവശത്തെ ഡോർ തുറന്നിട്ടിരിക്കുകയായിരുന്നു. അവർ അതിലൂടെ നോക്കിയപ്പോൾ സ്റ്റിയറിംഗ് വീലിൻ്റെ പുറകിൽ കത്തിക്കൊണ്ടിരിക്കുന്ന മൃതദേഹം കണ്ട് ഞെട്ടിപ്പോയി. തിരിച്ചറിയാനാവാത്ത വിധം മൃതശരീരം കരിക്കട്ട പോലെയായിരുന്നു. രാധാകൃഷ്ണൻ ഉടനെ അടുത്ത വീട്ടിലെ ഓട്ടോറിക്ഷയിൽ കയറി മാവേലിക്കര പോലീസ് സ്റ്റേഷനിലോട്ട് പോയി വിവരമറിയിച്ചു. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഹെഡ് കോൺസ്റ്റബിൾ അപ്പോൾ തന്നെ ചെങ്ങന്നൂർ DYSP ഹരിദാസിനെ ടെലിഫോൺ ചെയ്ത് വിവരമറിയിച്ചു. അദ്ദേഹം രാവിലെ 5 മണിയോടുകൂടി സംഭവസ്ഥലത്തെത്തി. പാതി കത്തിയ നിലയിൽ അംബാസഡർ കാറിൻ്റെ നമ്പർ KLQ 7831 എന്ന് തെളിഞ്ഞു കാണാമായിരുന്നു. റോഡിൻ്റെ കിഴക്ക് വശത്തു നിന്നും ഒരു തീപ്പെട്ടിയും ഒരു ജോഡി ചെരുപ്പുകളും ഒരു റബ്ബർ ഗ്ലൗസും ലഭിച്ചു. ഗ്ലൗസിൽ ഒരു രോമം പറ്റിപ്പിടിച്ചിരുന്നു. കാറിനുള്ളിൽ നിന്നും ഒഴിഞ്ഞ പെട്രോൾ ടിന്നും കിട്ടി. വയലിലെ നെൽച്ചെടികൾ ചവിട്ടി മെതിച്ച് ആരോ ഓടിയതിൻ്റെ അടയാളങ്ങളും കാണപ്പെട്ടു. സമീപവാസികളിൽ ചിലർ ആ കാർ ചെറിയ നാട്ടുകാരനും പ്രവാസിയുമായ സുകുമാരക്കുറുപ്പിൻ്റെതാണെന്നും കത്തിക്കരിഞ്ഞ ശവം അയാളുടേതാണെന്നും തിരിച്ചറിഞ്ഞു. പോലീസ് ഇൻക്വസ്റ്റ് നടക്കുന്നതിനിടയിലാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്നും പോസ്റ്റ്മോർട്ടത്തിനായി ഞാൻ കുന്നത്ത് എത്തിയത്. അന്ന് ആലപ്പുഴ പോലീസ് സൂപ്രണ്ടായിരുന്ന ശ്രീ രാമചന്ദ്രൻ, ചെങ്ങന്നൂർ DYSP ആയിരുന്ന ശ്രീ PM ഹരിദാസ് എന്നിവർ സംഭവസ്ഥലത്തെത്തി. KLQ 7831 എന്ന നമ്പറിലുള്ള കറുത്ത അംബാസഡർ കാർ റോഡിൽ നിന്നും താഴെയുള്ള വയലിലേക്ക് ചെരിഞ്ഞിറങ്ങിയതുപോലെയാണ് കാണപ്പെട്ടത്. കാറിൽ ഡ്രൈവറുടെ സീറ്റിൽ സ്റ്റിയറിംഗിന് പുറകിൽ കാണപ്പെട്ട മൃതദേഹം തിരിച്ചറിയാൻ കഴിയാത്തവണ്ണം കത്തിക്കരിഞ്ഞിരുന്നു.
തീ പിടിച്ച കാർ 2 ആഴ്ച മുമ്പ് മാത്രം അബുദാബിയിൽ നിന്നും ലീവിന് വന്ന സുകുമാരക്കുറുപ്പിൻ്റെതാണെന്നും കാറിനുള്ളിൽ കാണപ്പെട്ട കത്തിക്കരിഞ്ഞ ജനം കുറുപ്പിൻ്റെതാണെന്നുള്ള വാർത്ത പരന്നതോടെ ഉച്ചയോടെ അവിടെ ജനസമുദ്രമായി മാറി. അപകട മരണമാണെന്നായിരുന്നു ആദ്യത്തെ ധാരണ. ഡിവൈഎസ്പി ശ്രീ ഹരിദാസിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രേതവിചാരണയ്ക്ക് ശേഷം മൃതദേഹ പരിശോധനയ്ക്കുള്ള അപേക്ഷ എനിക്ക് നൽകി. സ്വാഭാവികമായും എന്തെങ്കിലും ഒരു ക്രൈം നടന്നതിനാൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരു റിക്വസ്റ്റ് എഴുതി ഫോറൻസിക് സർജന് കൊടുക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. അതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അപേക്ഷയിൽ മരിച്ച ആളിന്റെ പേര് സുകുമാരക്കുറുപ്പ് എന്ന് പറയപ്പെടുന്ന ആൾ സെറ്റ് ടു ബി സുകുമാരക്കുറുപ്പ് എന്നാണ് എഴുതിയിരുന്നത്. ഞാൻ അദ്ദേഹത്തോട് അപ്രകാരം എഴുതാൻ എന്താണ് കാരണമെന്ന് ചോദിച്ചു. അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു ഗൂഢമായിട്ടുള്ളൊരു ചിരിയായിരുന്നു അതിനുള്ള ഉത്തരം. എന്നോട് പിന്നെ പറയാം എന്ന് പറഞ്ഞു. പരിചയസമ്പന്നനായ അദ്ദേഹം ഇങ്ങനെ പറയണമെങ്കിൽ തക്കതായ കാരണം ഉണ്ടായിരിക്കുമെന്ന് ഞാൻ ഊഹിച്ചു. വയൽ വരമ്പിൽ പ്രത്യേകം മറ കെട്ടിയുണ്ടാക്കി അവിടെ തന്നെയാണ് പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തിയത്. മൃതദേഹത്തിന്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളും തീ പിടിച്ച് കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു. തലമുടി പൂർണ്ണമായും കരിഞ്ഞു പോയിരുന്നു. ആ നിലയിൽ ആളിനെ തിരിച്ചറിയുവാൻ കഴിയുമായിരുന്നില്ല. പോസ്റ്റ്മോർട്ടം പരിശോധന തുടങ്ങും മുൻപേ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു വസ്തുത, ശവശരീരത്തിൽ ചെരുപ്പുകൾ, റിസ്റ്റ് വാച്ച്, മോതിരം മുതലായ വസ്തുക്കൾ, അതായത് പേഴ്സണൽ ആർട്ടിക്കിൾസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നതാണ്. ആകെ ഉണ്ടായിരുന്നത് പാതി കരിഞ്ഞ ഒരു അണ്ടർവെയർ മാത്രമാണ്. ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരാളിൻ്റെ ശരീരത്തിൽ ഒരു റിസ്റ്റ് വാച്ചെങ്കിലും കാണാത്തത് അസാധാരണമാണെന്ന് എനിക്ക് തോന്നി. തുടർന്ന് അതീവ സൂക്ഷ്മതയോടെ നടത്തിയ മൃതദേഹ പരിശോധനയിൽ മുതുകും കൈമുട്ടുകളും ഒഴിച്ചുള്ള ഭാഗങ്ങൾ തീപിടിച്ച് കരിഞ്ഞിരുന്നു. അണ്ടർവെയർ ഉണ്ടായിരുന്നതിനാൽ ലിംഗവും വൃഷ്ണസഞ്ചിയും കരിഞ്ഞിരുന്നില്ല. അപ്പോൾ അണ്ടർവെയർ ഉണ്ടായിരുന്ന സീറ്റിനോട് ചേർന്നിരുന്ന ഭാഗങ്ങൾ ഒന്നും കരിഞ്ഞിരുന്നില്ല. ചില ഭാഗങ്ങളിൽ പെട്രോൾ പോലുള്ള ഏതോ ദ്രാവകം ദേഹത്ത് വീണ് കത്തിയതിൻ്റെ ലക്ഷണം കാണാമായിരുന്നു. ശരീരത്തിൽ കരിയാത്ത ഭാഗങ്ങളിലെ തൊലി പരിശോധിച്ചപ്പോൾ ജീവനുള്ളപ്പോൾ സംഭവിക്കുന്ന പൊള്ളലുകളിൽ കാണുന്ന ജൈവലക്ഷണങ്ങൾ കണ്ടില്ല. പിന്നീട് നെഞ്ചുമുറിച്ച് ശ്വാസകോശക്കുഴലുകളും ശ്വാസകോശങ്ങളും ശ്രദ്ധയോടെ പരിശോധിച്ചു. ഞാൻ സംശയിച്ചത് ശരിയാണെന്ന് എനിക്ക് അപ്പോൾ മനസ്സിലായി. മരിച്ച ആളുടെ ശ്വാസകോശത്തിൽ കരിയുടെ അംശം അല്പം പോലും ഉണ്ടായിരുന്നില്ല. കാറിനും ശരീരത്തിനും തീപിടിച്ചപ്പോൾ ജീവന് വേണ്ടി ജീവനുണ്ടായിരുന്നെങ്കിൽ പുകയും കരിയും അയാളുടെ ശ്വാസകോശത്തിൽ കിടക്കുമായിരുന്നു. പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ അത് വ്യക്തമായി കാണുവാൻ സാധിക്കുമായിരുന്നു. വയർ തുറന്ന് പരിശോധന തുടങ്ങിയപ്പോൾ ഏതോ ഒരു വിഷദ്രാവകത്തിന്റെ പ്രത്യേക ഗന്ധം വമിച്ചു. മദ്യത്തിന്റെ മണമുള്ളതായും തോന്നി. തവിട്ട് നിറത്തിലുള്ള ആ ദ്രാവകം മാത്രമാണ് ആമാശയത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ആമാശയത്തിന്റെ ഭിത്തികളിൽ വിഷദ്രാവകം പ്രതിപ്രവർത്തിച്ച ലക്ഷണങ്ങൾ കാണപ്പെട്ടു. അത് എന്ത് വിഷമാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് ആമാശയവും മറ്റു ശരീരഭാഗങ്ങളും രാസപരിശോധനയ്ക്കായി ശേഖരിച്ചു. ഹൃദയത്തിൽ നിന്ന് ശേഖരിച്ച അല്പം രക്തവും ഗുഹ്യരോമങ്ങളും ഗ്രൂപ്പ് കണ്ടുപിടിക്കാനും മറ്റും പരിശോധനകൾക്കായി താരതമ്യ പഠനത്തിനുമായി ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്ക് അയക്കുവാനായി ശേഖരിച്ചു. കഴുത്തിലെ പേശികളിൽ കാണപ്പെട്ട നിർവ്യത്യാസമല്ലാത്ത ശവശരീരത്തിലെ അവയവങ്ങളിൽ തകരാറുകളൊന്നും ഉണ്ടായിരുന്നില്ല. കൊലപാതകത്തിന് ശേഷം ശവശരീരം തീ കത്തിച്ചതാണെന്ന് സംശയലേശമന്യേ കരുതാമെന്ന് ഞാൻ ഡിവൈഎസ്പിയെ അറിയിച്ചു. ഏതോ ഒരു വിഷദ്രാവകം ആമാശയത്തിൽ കണ്ടതിനാൽ മരണം വിഷം ഉള്ളിൽ ചെന്നതിനാലായിരിക്കുമെന്നും ഞാൻ അഭിപ്രായപ്പെട്ടു. ദേഹം മുഴുവൻ തീപ്പൊള്ളലേറ്റ് കരിഞ്ഞു പോയിരുന്നു. ബലപ്രയോഗത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടുപിടിക്കാൻ അതുകൊണ്ട് കഴിയുമായിരുന്നില്ല. എല്ലുകളുടെയും പല്ലുകളുടെയും പരിശോധനയിൽ നിന്നും കൊല്ലപ്പെട്ട ആളിന്റെ പ്രായം 30 തുടങ്ങി 35 വയസ്സ് വരെയാണെന്നും ഉയരം 180 സെന്റിമീറ്റർ ഉണ്ടെന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഉച്ചയ്ക്ക് 1 മണിക്ക് തുടങ്ങിയ പോസ്റ്റ്മോർട്ടം 3 മണിക്കാണ് അവസാനിച്ചത്. മരിച്ച കുറുപ്പിന്റെ ഭാര്യ സരസമ്മയും മക്കളും അബുദാബിയിൽ തന്നെയായിരുന്നതിനാൽ നാട്ടിലുണ്ടായിരുന്ന മറ്റ് ബന്ധുക്കൾക്ക് മൃതദേഹം കൈമാറി. അവരത് ചെങ്ങന്നൂരിനടുത്ത് പുലിയൂരിലുള്ള കുറുപ്പിന്റെ വസതിയിൽ കൊണ്ടുപോയി സംസ്കരിച്ചു. കത്തിക്കരിഞ്ഞ ജഡത്തിന്റെ പോസ്റ്റ്മോർട്ടം പരിശോധന കഴിഞ്ഞ് SP ശ്രീ രാമചന്ദ്രനോടും DYSP ശ്രീ ഹരിദാസിനോടും ഒപ്പം ഞാൻ മാവേലിക്കര പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ സുകുമാരക്കുറുപ്പിന്റെ ഭാര്യ സഹോദരി തങ്കമണിയുടെ ഭർത്താവ് ഭാസ്കരപിള്ള അവിടെ ഉണ്ടായിരുന്നു. മരിച്ചത് കുറുപ്പാണെന്നും ഗൾഫിലുള്ള ശത്രുക്കളാരോ വകവരുത്തിയതാണെന്നും പോലീസ് സ്റ്റേഷനിൽ വന്ന് ആദ്യം വിവരം നൽകിയ
ആദ്യം വിവരം നൽകിയ ആളെന്ന നിലയിലാണ് പിള്ളയെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ വിളിച്ചു വരുത്തിയത്. മുണ്ടും ഫുൾ കൈ ഷർട്ടുമാണ് ഭാസ്കർ പിള്ളയുടെ വേഷം. ഞങ്ങളെ കണ്ടപ്പോൾ കൈകൂപ്പി വണങ്ങി അയാൾ മുറിയുടെ കോണിലേക്ക് മാറി നിന്നു. ഭാസ്കർ പിള്ളയുടെ നിൽപ്പ് കണ്ടപ്പോൾ ഡിവൈഎസ്പി ഹരിദാസിന് എന്തോ പന്തികേട് തോന്നി. സാധാരണഗതിയിൽ മാവേലിക്കര പോലൊരു നാട്ടിൻ പുറത്ത് ഫുൾ സ്ലീവ് ഷർട്ട് ധരിച്ച് അധികമാരും നടക്കാറില്ല. പക്ഷേ ഭാസ്കർ പിള്ളയുടെ ആ വേഷമാണ് ഡിവൈഎസ്പിയിൽ സംശയമുണ്ടാക്കിയത്. താൻ എപ്പോഴും ഫുൾ കൈ ആണോ ധരിക്കുന്നത് എന്ന അപ്രതീക്ഷിതമായ ചോദ്യം കേട്ട് ഭാസ്കര പിള്ള പരിങ്ങിയെങ്കിലും മറുപടി പെട്ടെന്ന് വന്നു. അതെ സർ, നീ ഷർട്ടിൻ്റെ കൈ മുകളിലോട്ടൊന്ന് ചുരുട്ടി വയ്ക്കി. ഹരിദാസ് പറഞ്ഞപ്പോൾ പിള്ള കൈ മുകളിലേക്ക് തീർത്ത് കയറ്റി. ഞങ്ങളെല്ലാം ഒരു നിമിഷം തെറിച്ചു നിന്നുപോയി. പിള്ളയുടെ കൈ രണ്ടും പൊള്ളലേറ്റ് കരുവാളിച്ചിരുന്നു. ഭാസ്കര പിള്ളയെ സ്റ്റേഷനിലെ അകത്തെ ഒരു മുറിയിൽ കൊണ്ടുപോയി ഞാൻ സൂക്ഷ്മമായി പരിശോധിച്ചു. മുഖത്തിൻ്റെ വലതുഭാഗത്തും വലതും കൈയിലും വലത് കാലിലും പൊള്ളലേറ്റിരുന്നു. ആ ഭാഗങ്ങളിലെ രോമങ്ങളും വലത് കൺപുരികവും കൺപീലിയും കരിഞ്ഞിരുന്നു. വലത് കൈയിലെ വിരലുകൾ വലത് കാൽമുട്ടും പൊള്ളലേറ്റിരുന്നു. 24 മണിക്കൂർ പോലും പഴക്കമില്ലാത്ത പൊള്ളലാണ് അതെന്നും തീജ്വാല, ഫ്ലാഷ് ബേൺസ്, അതായത് നമ്മൾ തീ കത്തിക്കുമ്പോൾ മുകളിലോട്ട് വരുന്ന വളരെ ചൂടേറിയ ഒരു ജ്വാല ഉണ്ടാവും, ഒരു നീല കളറിൽ തീജ്വാല, അത് ഏറ്റുണ്ടായതാണെന്നും പരിശോധനയിൽ വ്യക്തമായി. ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ഭാസ്കര പിള്ളയുടെ കുറ്റസമ്മതം നാടകീയമായിരുന്നു. സുകുമാരക്കുറുപ്പിനെ കൊന്നത് ഞാനാണ് സർ. ഗൾഫിൽ നല്ല ജോലി തരാമെന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ 500,000 രൂപ തിരിച്ചു കിട്ടാത്ത വൈരാഗ്യത്തിൽ ഞാനാണ് സാർ അയാളെ കൊന്നത്. കാർ കത്തിയ വയലിൽ നിന്നും 2 റബ്ബർ ഗ്ലൗസുകളും ഒരു ഒഴിഞ്ഞ പെട്രോൾ ടിന്നും കിട്ടിയിരുന്നു. ഈ റബ്ബർ ഗ്ലൗസിൽ ഏതാനും മുടിനാരുകൾ പറ്റിപ്പിടിച്ചിരുന്നു. ഇതും ഭാസ്കർ പിള്ളയുടെ കയ്യിൽ നിന്നും താൻ ശേഖരിച്ച രോമങ്ങളും ഫോറൻസിക് സയൻസിൽ ലബോറട്ടറിയിലെ ബയോളജി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ മുരളീധരൻ പിള്ള മൈക്രോസ്കോപ്പ് പരിശോധന നടത്തിയപ്പോൾ രണ്ടും ഒരാളുടേത് തന്നെയാണെന്ന് തെളിഞ്ഞു. ഗ്ലൗസുകൾ ഭാസ്കര പിള്ള ചെങ്ങന്നൂരിലുള്ള ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണെന്നും ഡിവൈഎസ്പി ഹരിദാസ് കണ്ടുപിടിച്ചു. കൊലപാതകത്തിന്റെ ചുരുളുകൾ ഒന്നൊന്നായി ചുരുൾ വിടർത്തിക്കൊണ്ടിരിക്കെ ഡിവൈഎസ്പി ഹരിദാസ് ഒഴികെ മറ്റെല്ലാവരും മരിച്ചത് കുറുപ്പ് തന്നെയായിരിക്കാമെന്ന നിഗമനത്തിലായിരുന്നു. അതിനിടെയാണ് ഹരിദാസിന് കുറുപ്പിന്റെ അകന്ന ബന്ധുവായ ഒരു കാരണവരുടെ ഫോൺ കോൾ ലഭിച്ചത്. സർ, കാറിൽ മരിച്ചത് സുകുമാരക്കുറുപ്പല്ല, വേറെ ഏതോ ഒരു ചെറുപ്പക്കാരനാണ്. കാരണവരുടെ വാക്കുകൾ കേട്ടപ്പോൾ ഹരിദാസിന് അത്ഭുതമൊന്നും തോന്നിയില്ല. രാവിലെ സംഭവസ്ഥലത്തെത്തിയ ഹരിദാസ് 2 പോലീസുകാരെ രഹസ്യാന്വേഷണത്തിനായി മഫ്തിയിൽ ചെറിയ നാടുള്ള കുറുപ്പിന്റെ വസതിയിൽ അയച്ചിരുന്നു. കുറുപ്പിന്റെ വീട്ടിലെത്തിയ അവർക്ക് അയാളുടെ വിയോഗത്തിൽ ദുഃഖിക്കുന്ന ആരെയും കാണാൻ കഴിഞ്ഞില്ല. അടുക്കളയിൽ കോഴിക്കറി പാചകം ചെയ്യുന്ന മണം അവിടെ പരന്നത് പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഹരിദാസ് അന്ന് ആ വൈകുന്നേരം ആ വീട് പരിശോധിച്ചപ്പോൾ അടുക്കളയിൽ ഒരു പാത്രത്തിൽ മിച്ചം വന്ന കോഴിക്കറി കണ്ടുപിടിച്ചു. സ്വാഭാവികമായും ഇത് കേട്ടു നിൽക്കുന്നവർക്ക് തോന്നാം കോഴിക്കറിയും ഈ കേസും തമ്മിൽ എന്താണ് ബന്ധം. പക്ഷെ ഒരു മരണം നടന്ന വീട്ടിൽ അയൽവക്കത്ത് നിന്നായിരിക്കും പഴയ കാലങ്ങളിൽ മിക്കപ്പോഴും ഫുഡ് കൊണ്ടുവരിക. ആ വീടുകളിൽ വെള്ളം പോലും ആ വീടുകളിൽ നിന്നും സാധാരണ എടുക്കാറില്ല. 1984 കാലഘട്ടങ്ങളിൽ അയൽവക്കങ്ങളുമായി ഒരുവിധം നല്ല ബന്ധം തന്നെയാണ് സൂക്ഷിച്ചിരുന്നത്. കല്യാണമാവട്ടെ മരണമാവട്ടെ സ്വന്തം വീട്ടിൽ നടന്നാൽ അടുത്ത വീട്ടിൽ നിന്നുള്ളവരായിരിക്കും അവിടെ കാര്യക്കാർ. അവരെ വീട്ടിൽ നിന്നായിരിക്കും മരണമൊക്കെ നടന്നാൽ അപ്പുറത്തെ വീട്ടിൽ നിന്നായിരിക്കും ഭക്ഷണം കൊണ്ടുവരിക. അതുകൊണ്ട് തന്നെ ഈ ഒരു ചിക്കൻ കറിക്ക് ഈ ഒരു കേസിൽ വലിയൊരു റോൾ ഉണ്ടായിരുന്നു. പ്രേതവിചാരം നടക്കുന്നതിന് മുമ്പ് തന്നെ ഹരിദാസിനെ പോലീസുകാർ ഈ വിവരങ്ങൾ അറിയിച്ചിരുന്നു. അതിനാലാണ് മരിച്ചത് സുകുമാരക്കുറുപ്പാണെന്ന് പോസ്റ്റ്മോർട്ടത്തിനുള്ള അപേക്ഷയിൽ എഴുതാതിരുന്നത്. കുന്നത്ത് വയലിൽ കത്തിക്കരിഞ്ഞ കാർ കൂടാതെ സുകുമാരക്കുറുപ്പിന് ഒരു പുതിയ ടൂറിസ്റ്റ് കാർ കൂടി ഉണ്ടായിരുന്നു. അബുദാബിയിൽ നിന്ന് വന്ന ശേഷം കുറുപ്പ് സ്വകാര്യ യാത്രകളെല്ലാം നടത്തിയിരുന്നത് ഈ കാറിലായിരുന്നു. ദുരൂഹ സാഹചര്യത്തിൽ കാർ കത്തിയ സംഭവം നടന്ന് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഈ ടൂറിസ്റ്റ് കാറിനെ കുറിച്ചോ സ്ഥിരം ഡ്രൈവറായ പൊന്നപ്പനെ കുറിച്ചോ യാതൊരു വിവരവുമില്ലായിരുന്നു. നാട്ടുകാർക്കിടയിൽ മാത്രമല്ല പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിലും ഇത് സംശയമുളവാക്കിയിരുന്നു. കാർ കത്തിയതും മരണവും അപകടമോ കൊലപാതകമോ എന്തോ ആവട്ടെ, കുറുപ്പിന്റെ സന്തത സഹചാരിയായ ഡ്രൈവർ പൊന്നപ്പനെവിടെ? അതായിരുന്നു എല്ലാവരുടെയും ചോദ്യം. കത്തിക്കരിഞ്ഞ മൃതദേഹം കുറുപ്പിന്റെ പുലിയൂരിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ച ശേഷം അവിടെ ബന്ധുക്കളും അയൽക്കാരും കൂട്ടം കൂടി നിൽക്കുകയായിരുന്നു.
ഇതിനിടെയാണ് കാർ ഓടിച്ച് വലിയ പരിഭ്രമത്തോടെ ഡ്രൈവർ പൊന്നപ്പൻ അവിടെ എത്തിയത്. കൂടി നിന്നിരുന്ന ആളുകൾ അയാളെ വളഞ്ഞു. കുറുപ്പിനെ കൊന്നതിൽ പൊന്നപ്പന് പങ്കുണ്ടെന്നായിരുന്നു ആരോപണം. ജനരോഷം കണ്ട പൊന്നപ്പൻ ഭയന്നു. കാർ വാടകയ്ക്ക് പിടിച്ച കുറേ ആളുകളെയും കൊണ്ട് ആലുവയിൽ പോയതാണെന്നും തിരിച്ചു മാവേലിക്കരയിൽ എത്തിയപ്പോഴാണ് സംഭവങ്ങൾ അറിഞ്ഞത് എന്നുമുള്ള അയാളുടെ വിശദീകരണം ആരും വിശ്വസിച്ചില്ല. ഇതിനിടെ പൊന്നപ്പനെ കുറുപ്പിന്റെ ബന്ധുവായ കാരണവർ രക്ഷപ്പെടുത്തി സമീപത്തുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. യഥാർത്ഥത്തിൽ നടന്ന സംഭവങ്ങൾ പൊന്നപ്പൻ കാരണവരോട് തുറന്നു പറഞ്ഞു. കഴിഞ്ഞ ദിവസം കുറുപ്പും ഒന്നിച്ച് ആലപ്പുഴയിൽ നിന്നും ചെറിയ നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ കരുവാറ്റ എന്ന സ്ഥലത്ത് വെച്ച് കാർ ഒരു വഴിയാത്രക്കാരനെ ഇടിച്ചു. റോഡിൽ തെറിച്ചു വീണയാൾ തൽക്ഷണം മരിച്ചു. ആ അപകടം ആരും കണ്ടിരുന്നില്ല. ആളുകൾ ഓടിക്കൂടിയാൽ പ്രശ്നമാവുമെന്ന് കണ്ട് ശവശരീരം കാറിൽ കയറ്റി മാവേലിക്കരയിൽ എത്തിച്ച് കുന്നത്ത് വയലിൽ കാറിന്റെ സ്റ്റിയറിംഗിന് പുറകിലിരുത്തി കത്തിച്ചത് ആ വഴി യാത്രക്കാരന്റെ ശവമായിരുന്നു. അതിനുശേഷം പൊന്നപ്പൻ സുകുമാരക്കുറുപ്പിനെ ആലുവയിൽ ഒരു ലോഡ്ജിൽ എത്തിച്ചു. പൊന്നപ്പൻ ഇത് പറഞ്ഞ ശേഷം കാരണവരുടെ വീട്ടിൽ നിന്നും പോയി. മകൻ പോലീസ് സർവീസിൽ ഡിവൈഎസ്പി ആയിരുന്നതിനാൽ കാരണവർക്ക് വിവരം മറച്ചുവെക്കണമെന്ന് തോന്നിയില്ല. കാരണവരുടെ മകൻ ഡിവൈഎസ്പി ശ്രീ ഭാനുവിക്രമൻ പിള്ള ഹരിദാസിന്റെ സ്നേഹിതനുമായിരുന്നു. ശ്രീ ഭാനുവിക്രമൻ പിള്ള പിന്നീട് SP ആയി റിട്ടയർ ചെയ്ത് ചെങ്ങന്നൂരിൽ താമസിച്ചിരുന്നു. ശ്രീ കാരണവർ കുറേ വർഷങ്ങൾക്ക് മുമ്പ് മരണമടയുകയും ചെയ്തു. പൊന്നപ്പൻ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ശ്രീ കാരണവർ ഡിവൈഎസ്പി ഹരിദാസിനോട് പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന് ആ കഥയും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മരിച്ചത് കുറുപ്പാണെന്നും കൊന്നത് താനാണെന്നും ഭാസ്കരപ്പിള്ള കുറ്റസമ്മതം നടത്തുമ്പോൾ കുറുപ്പ് ജീവിച്ചിരിക്കുന്നുവെന്നും മരിച്ചത് വഴിയാത്രക്കാരനെ ഒരു ചെറുപ്പക്കാരനാണെന്നും പൊന്നപ്പനും പറയുന്നു. ഇരുവരും പറയുന്നത് നുണയാണെന്നും പരിചയസമ്പന്നനായ ഹരിദാസിന് പെട്ടെന്ന് മനസ്സിലായി. ഒരു വാഹനാപകടമുണ്ടായി വഴിയാത്രക്കാരൻ മരണമടഞ്ഞാൽ ചിലപ്പോൾ പോലീസിൽ അറിയിക്കാതെ കുറ്റവാളികൾ രക്ഷപ്പെട്ടു എന്ന് വരാം, പ്രത്യേകിച്ചും സംഭവം ആരും കാണാത്ത സ്ഥിതിക്ക്. എന്നാൽ ആ ശവശരീരം തൻ്റെ സ്വന്തം കാറിൽ നിക്ഷേപിച്ചിട്ട് തീ കത്തിച്ചു എന്നത് സാമാന്യ യുക്തിക്ക് നിരക്കാത്തതാണ്. തീ കത്തിയ കാറിൽ കണ്ട മൃതദേഹത്തിന് പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ കാറിടിച്ചു മരിച്ചാൽ സംഭവിക്കാവുന്ന മുറിവുകൾ ഉണ്ടായിരുന്നില്ല എന്നത് പൊന്നപ്പൻ പറഞ്ഞ കഥ അസത്യമാണെന്ന് തെളിയിച്ചു. ഏതോ ഒരാളിനെ കൊലപ്പെടുത്തിയതിനു ശേഷം മൃതദേഹം തീ കത്തിച്ച് നശിപ്പിക്കാൻ ശ്രമം നടത്തിയിരിക്കുന്നു. കൊല ചെയ്യപ്പെട്ടത് ആരാണ്? എന്തിനാണ് കൊല നടത്തിയത്? കൊലപാതകത്തിന്റെ മുഖ്യ സൂത്രധാരകനായ സുകുമാരക്കുറുപ്പിനെ പിടികൂടാനുള്ള ശ്രമങ്ങളിലേക്കാണ് ശ്രീ ഹരിദാസ് തിരിഞ്ഞത്. ആലുവയിലെ ഏത് ലോഡ്ജിലാണ് കുറുപ്പ് താമസിക്കുന്നത് എന്ന് പൊന്നപ്പൻ കാരണവരോട് പറഞ്ഞിരുന്നില്ല. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും പൊന്നപ്പൻ കുറുപ്പിന്റെ ബന്ധുവും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ലബോറട്ടറി അസിസ്റ്റന്റുമായ മധുവിനോടൊപ്പമാണ് പോയത് എന്ന വിവരം ലഭിച്ചു. ആലപ്പുഴയിൽ വണ്ടാനത്ത് മെഡിക്കൽ കോളേജിനടുത്ത് കുറുപ്പ് ഒരു പുതിയ വീട് പണിയുന്നുണ്ടായിരുന്നു. മധു ആയിരുന്നു വീട് പണിയുടെ മേൽനോട്ടക്കാരൻ. ഹരിദാസ് ഉടൻ തന്നെ ചെങ്ങന്നൂർ സബ് ഇൻസ്പെക്ടർ ക്രിസ്റ്റി ബാസ്റ്റിനെ, പിന്നീട് SP അദ്ദേഹം റിട്ടയർ ചെയ്തിരുന്നു, അന്വേഷണത്തിന് നിയോഗിച്ചു. ക്രിസ്റ്റി ആലപ്പുഴ വണ്ടാനത്തുള്ള മധുവിന്റെ വീട്ടിൽ എത്തുന്നതിന് മുമ്പ് തന്നെ പൊന്നപ്പൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു. പൊന്നപ്പൻ ആലപ്പുഴ ഇരുമ്പുപാലം പോസ്റ്റ് ഓഫീസിൽ നിന്നും ഒരു ടെലിഗ്രാം അയച്ചെന്നും ആർക്കോ ഫോൺ ചെയ്തെന്നും മധു സബ് ഇൻസ്പെക്ടറോട് പറഞ്ഞു. പോസ്റ്റ് ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ അബുദാബിയിലേക്ക് ഒരു സരസമ്മയുടെ പേർക്കായിരുന്നു ടെലിഗ്രാം അയച്ചതെന്ന് മനസ്സിലായി. കുറുപ്പിന്റെ ഭാര്യ സരസമ്മയും മക്കളും അന്ന് അബുദാബിയിലായിരുന്നു. സുകുമാരക്കുറുപ്പ് മരിച്ചു, ഉടൻ പുറപ്പെടുക എന്നതായിരുന്നു കമ്പി സന്ദേശം. പൊന്നപ്പൻ പോസ്റ്റ് ഓഫീസിലെ ഫോണിൽ ട്രങ്ക് ബുക്ക് ചെയ്തത് ആലുവയിലേക്കും വിളിച്ചിരുന്നു. അന്നത്തെ കാലഘട്ടങ്ങളിൽ നമ്മുടെ STD ISD ലോക്കൽ ഇതേപോലെ തന്നെ ആയിരുന്നു ട്രങ്ക് കോളും. നമ്മുടെ ലോക്കൽ ഏരിയയിൽ നിന്നും കഴിഞ്ഞ കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിലോട്ടും വിളിക്കാൻ ട്രങ്ക് കോൾ ബുക്ക് ചെയ്യണമായിരുന്നു. കസ്റ്റമർ കെയർ അല്ലെങ്കിൽ BSNL ഓഫീസിലോട്ട് വിളിച്ച് ഇന്ന നമ്പറിലോട്ട് കണക്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ തിരിച്ചു വിളിക്കുകയായിരുന്നു പതിവ്. ഇതിനെയായിരുന്നു ട്രങ്ക് കോൾ എന്ന് പറയാം. അപ്പോൾ ആലുവയിലെ ലോഡ്ജിലേക്കും ഒരു ട്രങ്ക് കോൾ ബുക്ക് ചെയ്തതിനായി SIക്ക് വിവരം ലഭിച്ചു. ആലുവയിലെ അലങ്കാർ ലോഡ്ജാണ് അതെന്ന് കണ്ടെത്തി ക്രിസ്റ്റിയും സംഘവും ഉടനടി ആലുവയിൽ കുതിച്ചെത്തിയെങ്കിലും കുറുപ്പ് അതിനകം സ്ഥലം വിട്ടിരുന്നു. സബ് ഇൻസ്പെക്ടർ ലോഡ്ജിലെ ജീവനക്കാരെ സുകുമാരക്കുറുപ്പിന്റെ ഫോട്ടോ കാണിച്ചപ്പോൾ അയാൾ അവിടെ തലേ ദിവസം വരെ താമസിച്ചിരുന്നുവെന്നും രാവിലെ മുറി ഒഴിഞ്ഞുപോയി എന്നും പറഞ്ഞു. ലോഡ്ജിലെ രജിസ്റ്ററിൽ കുറുപ്പ് സ്വന്തം കൈപ്പടയിൽ തന്നെയായിരുന്നു പേരും മേൽവിലാസവും എഴുതിയിരുന്നത്. വേണുഗോപാൽ ആലപ്പുഴ എന്നെഴുതിയത്
വ്യാജമായിരുന്നെങ്കിലും കൈപ്പട പരിശോധിക്കുന്നതിനായി ലോഡ്ജിലെ രജിസ്റ്ററുമായാണ് ക്രിസ്റ്റി മാവേലിക്കരയിൽ തിരിച്ചെത്തിയത്. പ്രാഥമിക പരിശോധനയിൽ കുറുപ്പിന്റെ വീട്ടിലേക്ക് അയാൾ അയച്ചിരുന്ന കത്തുകളിലെ കൈപ്പടയും രജിസ്റ്ററിലെ കൈപ്പടയും ഒന്നാണെന്ന് മനസ്സിലായി. പിന്നീട് നടത്തിയ ഫോറൻസിക് പരിശോധനയിൽ രജിസ്റ്ററിലെ കൈപ്പട കുറുപ്പിൻ്റെതാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. ആലുവയിൽ നിന്ന് കുറുപ്പ് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ പോലീസിന്റെ ശ്രദ്ധ വീണ്ടും ഭാസ്കരപിള്ളയിലേക്കായി. ഡിവൈഎസ്പി ഹരിദാസ് ആവർത്തിച്ചു ചോദ്യം ചെയ്തപ്പോൾ നിൽക്കക്കള്ളിയില്ലാതെ അയാൾ തനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. അതൊരു അപസർപ്പകതയേക്കാൾ അവിശ്വസനീയമായിരുന്നു. അബുദാബിയിൽ നിന്ന് നാട്ടിൽ ലീവിന് വരുമ്പോഴെല്ലാം സുകുമാരക്കുറുപ്പ് ഭാസ്കരപിള്ളയെ ഫോണിൽ വിളിച്ചോ കത്തയച്ചോ വിവരമറിയിക്കും. അയാൾ ഡ്രൈവർ പൊന്നപ്പനെയും കൂട്ടി കാറിൽ എയർപോർട്ടിൽ ചെല്ലും. അതായിരുന്നു പതിവ്. അത്തവണയും ആ പതിവ് തെറ്റിച്ചില്ല. 1984 ജനുവരി 6 തിരുവനന്തപുരത്ത് വിമാനമിറങ്ങിയ കുറുപ്പിനെ ഇവരാണ് ചെങ്ങന്നൂരിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. കുറുപ്പിനൊപ്പം ഒരാൾ കൂടിയുണ്ടെന്നും തൻ്റെ ഒപ്പമുള്ള സ്നേഹിതന്റെ കുറിപ്പ് പിള്ളയ്ക്കും പൊന്നപ്പനും പരിചയപ്പെടുത്തി. പേര് ഷാഹു, സ്ഥലം ചാവക്കാട്. തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് സ്വദേശിയായിരുന്നു കുറിപ്പിൻ്റെ കൂടെ വന്ന ഷാഹു. നാട്ടിൽ വന്നതിൻ്റെ തൊട്ടടുത്തുള്ള ദിവസങ്ങളിലെല്ലാം ഈ 4 സംഘം ഗൂഢാലോചനയിലായിരുന്നു. കുറിപ്പിന് ഗൾഫിൽ 50 ലക്ഷത്തിൽ പരം രൂപയുടെ ഒരു ഇൻഷുറൻസ് പോളിസിയുണ്ട്. അയാൾ മരിച്ചതായി രേഖയുണ്ടാക്കിയാൽ ഈ തുക തട്ടിയെടുക്കാം. അപകടത്തിൽപ്പെട്ട് മരണമടഞ്ഞതാണെങ്കിൽ കൂടുതൽ തുക ലഭിക്കും. അതിനുവേണ്ടി പല പദ്ധതികളെക്കുറിച്ചും അവർ ആലോചിച്ചു. ഇൻഷുറൻസ് തുക കിട്ടുമ്പോൾ അതിൽ ഒരു വിഹിതം കൂടെയുള്ളവർക്ക് പങ്കിട്ട് നൽകാമെന്നും കുറിപ്പ് വാക്ക് നൽകി. ജർമ്മനിയിൽ നടന്ന ഇത്തരമൊരു ഇൻഷുറൻസ് തട്ടിപ്പിനെ കുറിച്ചുള്ള കഥ വായിച്ചതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് കുറിപ്പ് സ്വന്തം മരണനാടകം അരങ്ങേറ്റാൻ തീരുമാനിച്ചത്. കുറിപ്പിന്റെ ഉയരവും ശരീരഘടനയുമുള്ള ഒരു ശവം കണ്ടെത്തുകയും അത് കാറിൽ സ്റ്റിയറിംഗ് വീലിന് പുറകിലിരുത്തി കാറിനും ശവത്തിനും തീ കൊളുത്തുകയും ചെയ്താൽ കുറിപ്പ് അപകടത്തിൽ കൊല്ലപ്പെട്ടതായി ഇൻഷുറൻസ് കമ്പനിക്ക് രേഖ നൽകാമെന്നുള്ള ഭ്രാന്തൻ പദ്ധതി നടപ്പാക്കാനുള്ള ശ്രമമാണ് 4 സംഘം തുടർന്നുള്ള ദിവസങ്ങളിൽ നടത്തിയത്. അതിനുവേണ്ടി ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ടെക്നീഷ്യനായിരുന്ന ബന്ധുവിനെയാണ് ആദ്യം സമീപിച്ചത്. അയാളുടെ സഹായത്തോടെ അനാട്ടമി വകുപ്പിൽ നിന്നും ഒരു മൃതദേഹം കൈക്കലാക്കാൻ ആദ്യം തീരുമാനിച്ചെങ്കിലും പിന്നീട് ആ പദ്ധതി ഉപേക്ഷിച്ചു. ഫോർമാലിൻ ദ്രാവകത്തിൽ സൂക്ഷിച്ചിരുന്ന ശവശരീരം ഉപയോഗിച്ചാൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർ ആ തട്ടിപ്പ് കണ്ടുപിടിക്കുമെന്ന് തോന്നിയതിനാലാണ് ആ നീക്കം ഉപേക്ഷിച്ചത്. പിന്നീട് ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ സമീപകാലത്ത് മറവ് ചെയ്ത ശവശരീരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കുഴിച്ചെടുക്കാനും നോക്കി. അതിനുവേണ്ടി ചുടുകാട്ടിലെ സൂക്ഷിപ്പുകാരനെ സമീപിച്ചു. അയാൾ കുറിപ്പിന്റെ പദ്ധതിയിൽ സഹകരിക്കാൻ തയ്യാറാകാത്തതിനാൽ ആ ശ്രമവും പാളി. ശവത്തിനു വേണ്ടി നടന്നിട്ട് കാര്യമില്ലെന്ന് കണ്ട സംഘം കുറിപ്പിന്റെ എത്ര പൊക്കവും വണ്ണവുമുള്ള ഒരാളെ എവിടെ നിന്നെങ്കിലും കണ്ടെത്തി ശവമാക്കണമെന്ന് ഉറപ്പിച്ചു. കുറിപ്പിന്റെ തീരുമാനം എല്ലാവരും അംഗീകരിച്ചു. ഇവർ 2 കാറുകളിൽ ഹൈവേയിൽ ഹരിപ്പാട് മുതൽ ആലപ്പുഴ വരെയുള്ള ഭാഗത്ത് റോന്തു ചുറ്റാൻ തുടങ്ങി. അങ്ങനെയിരിക്കെ ജനുവരി 21 അർദ്ധരാത്രി ഇവർക്ക് യോജിച്ച ഒരു ഇരയെ കിട്ടി. കരുവാറ്റ എന്ന സ്ഥലത്തുള്ള ഹരി തിയേറ്ററിന് മുന്നിൽ വെച്ച് ഒരു ചെറുപ്പക്കാരൻ ഇവരുടെ കാറിന് കൈ കാണിച്ച് ആലപ്പുഴയ്ക്ക് ലിഫ്റ്റ് ചോദിച്ചു. പൊന്നപ്പനായിരുന്നു കാർ ഓടിച്ചിരുന്നത്. ഈ സമയത്ത് സുകുമാരക്കുറുപ്പ് ആലപ്പുഴയിലെ കൽപ്പകവാടി റിസോർട്ടിൽ കാത്തിരിക്കുകയായിരുന്നു. ഇരയായി കിട്ടിയ യുവാവിനെ കയറ്റിപ്പോയ കാർ തോട്ടപ്പള്ളി പാലത്തിനടുത്ത് വെച്ച് പന്മന ഭാഗത്തേക്ക് തിരിഞ്ഞു. കാറിൽ മദ്യവും ഒരു കുപ്പി ഈതറും കരുതിയിരുന്നു. ബോധം കെടുത്തുവാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ഈതർ. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന കുറിപ്പിന്റെ ബന്ധു തന്നെയാണ് അവിടുത്തെ ലാബിൽ ഈതർ എടുത്തു നൽകിയത്. കാർ ഹൈവേയിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞപ്പോൾ മുൻ സീറ്റിലിരുന്ന യുവാവ് എന്തോ പറയാനൊരുങ്ങിയെങ്കിലും ഭാസ്കരപിള്ള മദ്യത്തിൽ ഈതർ കലർത്തി അയാളെ ബലം പ്രയോഗിച്ച് കുടിപ്പിച്ചു. യുവാവിന്റെ കഴുത്തിൽ തോർത്തു മുറുക്കി കൊന്ന ശേഷം കാർ നേരെ കുറിപ്പിന്റെ അടുത്തേക്ക് തിരിച്ചുവിട്ടു. കുറിപ്പ് മറ്റൊരു കാറിലാണ് സഞ്ചരിച്ചിരുന്നത്. 2 കാറുകളും അർദ്ധരാത്രി തന്നെ ചെറിയനാട്ട് ഭാസ്കരപിള്ളയുടെ വീടായ സ്മിതാഭവനിലെത്തി. അവിടെ കുളിമുറിക്കകത്ത് കയറ്റിവെച്ച മൃതദേഹത്തിൽ നിന്നും വസ്ത്രങ്ങളെല്ലാം മാറ്റിയ ശേഷം ശവത്തിന്റെ തലയിൽ പെട്രോൾ ഒഴിച്ച് തീ കത്തിച്ച് തലമുടിയും മുഖവും കരിച്ചു. അതിനുശേഷം ശവശരീരം ഇവർ പഴയ കാറിൽ കയറ്റി മാവേലിക്കര ഭാഗത്തേക്ക് ഓടിച്ചു. കുന്നത്ത് വയലിന്റെ അടുത്തെത്തിയപ്പോൾ കാർ നിർത്തി എല്ലാവരും വെളിയിൽ ഇറങ്ങി. എല്ലാവരും ചേർന്ന് കാർ മെല്ലെ തള്ളി വയലിലേക്ക് ഇറക്കി. ഭാസ്കരപിള്ള നേരത്തെ വാങ്ങി വെച്ചിരുന്ന ഗ്ലൗസ് ധരിച്ചു. ശവശരീരം സ്റ്റിയറിംഗിന് പുറകിലേക്ക് നീക്കിവെച്ചു. ഒരു ക്യാനിൽ കരുതിയിരുന്ന 5 ലിറ്റർ പെട്രോൾ ശവശരീരത്തിലേക്കും കാറിലേക്കും ഒഴിച്ചു.
തീ കത്തിച്ചത് ഭാസ്കര പിള്ളയായിരുന്നു. തീ ആളിക്കത്തിയപ്പോഴാണ് അയാൾക്ക് പൊള്ളലേറ്റത്. പൊള്ളലേറ്റപ്പോൾ അയാൾ കയ്യിലെ ഗ്ലൗസ് ഊരി വയലിലേക്ക് എറിഞ്ഞു. ഇത് പിന്നീട് പ്രധാനപ്പെട്ട ഒരു തെളിവായി മാറി. കൊല ചെയ്യപ്പെട്ട ചെറുപ്പക്കാരന് കുറുപ്പിനോളം ഉയരം ഉണ്ടായിരുന്നു എന്നല്ലാതെ ഭാസ്കര പിള്ളയ്ക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാമായിരുന്നില്ല. ഏതെങ്കിലും പ്രദേശത്തു നിന്നും ആരെങ്കിലും കാണാതായിട്ടുണ്ടോ എന്നറിയുവാൻ എല്ലാ സ്റ്റേഷനിലേക്കും സന്ദേശങ്ങൾ അയച്ചു. ആലപ്പുഴ സ്വദേശിയായ ചാക്കോ എന്ന ഫിലിം റെപ്രസെൻറ്റേറ്റീവിനെ കാണാനില്ലെന്ന് അയാളുടെ ജ്യേഷ്ഠൻ തോമസ് ഹരിപ്പാട് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. ചാക്കോയെ കാണാതായ ദിവസം അയാൾ കരുവാറ്റയിലെ ഹരി തിയേറ്ററിൽ ഫിലിം പെട്ടിയുമായി പോയതാണെന്ന് പരാതിയിൽ പറഞ്ഞിരുന്നു. ചാക്കോയുടെ ഭാര്യ ശാന്തമ്മയിൽ നിന്നും പോലീസിന് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചു. ഫിലിം റെപ്രസെൻറ്റേറ്റീവായ ചാക്കോ കരുവാറ്റയിലെ ഹരി തിയേറ്ററിൽ 21-ാം തീയതിയാണ് പോയത്. അന്ന് രാത്രി മടങ്ങി വരേണ്ടതാണ്. പിന്നീട് ഇതുവരെ മടങ്ങിയെത്തിയിട്ടില്ല. ബന്ധുവീടുകളിലൊക്കെ അന്വേഷിച്ചു. ഒരു വിവരവും ലഭിച്ചില്ല. ചാക്കോയും ഏകദേശം 6 അടിയോളം ഉയരമുള്ള ആളായിരുന്നു. കരുവാറ്റയിലെ ഹരി തിയേറ്ററിന്റെ മുന്നിൽ നിന്നുമാണ് ചെറുപ്പക്കാരനെ കാറിൽ കയറ്റിയതെന്ന ഭാസ്കര പിള്ളയുടെ മൊഴിയുമായി കൂട്ടി വായിച്ചപ്പോൾ ജഡം ചാക്കോയുടേത് തന്നെയെന്ന് ഹരിദാസ് ഏകദേശം ഉറപ്പിച്ചു. കുറുപ്പിൻ്റെതാണെന്ന നിഗമനത്തിൽ അയാളുടെ പുലിയൂരിലുള്ള വീട്ടുവളപ്പിൽ കുഴിച്ചിട്ട മൃതശരീരം രണ്ടാമത് കുഴിച്ചെടുത്ത് വീണ്ടും പരിശോധന നടത്താൻ തീരുമാനിച്ചു. ഇതിനിടയിൽ സുകുമാരക്കുറുപ്പിനോടൊപ്പം അബുദാബിയിൽ നിന്ന് വന്നയാളിനെ കണ്ടുപിടിക്കാൻ ഡിവൈഎസ്പി ഹരിദാസിന്റെ നേതൃത്വത്തിൽ ശ്രമം തുടങ്ങി. അബുദാബിയിൽ കുറുപ്പിനൊപ്പം ജോലി ചെയ്തിരുന്ന ആളെന്ന വിവരം മാത്രമേ ഭാസ്കര പിള്ളയെ ചോദ്യം ചെയ്തപ്പോഴും പോലീസിന് കിട്ടിയിരുന്നുള്ളൂ. ഡിവൈഎസ്പി ഹരിദാസ് സഹപ്രവർത്തകരായ പോലീസ് ഉദ്യോഗസ്ഥരെയും കൂട്ടി തിരുവനന്തപുരം എയർപോർട്ടിലെത്തി. കുറുപ്പ് അബുദാബിയിൽ നിന്നും തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയത് ജനുവരി 6-നാണെന്ന് ഭാസ്കര പിള്ള പറഞ്ഞതനുസരിച്ച് അന്ന് വിദേശത്തു നിന്നും വന്നവരുടെ എല്ലാം വിവരങ്ങൾ സൂക്ഷിക്കുന്ന എംബാർക്കേഷൻ കാർഡുകളാണ് അവർ ആദ്യം പരിശോധിച്ചത്. എയർപോർട്ട് അധികൃതർ ഇതിനുള്ള സഹായമെല്ലാം ചെയ്തു കൊടുത്തു. ജനുവരി 6-ാം തീയതി എംബാർക്കേഷൻ കാർഡുകളുടെ കൂട്ടത്തിൽ കുറുപ്പിന്റെ സ്വന്തം കൈപ്പടയിലുള്ള കാർഡ് കിട്ടി. കാർഡുകൾ വീണ്ടും മറച്ചു നോക്കിയപ്പോൾ മറ്റൊരു കാർഡിൽ കൂടി കുറുപ്പിന്റെ തന്നെ കൈയക്ഷരം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ചാവക്കാട്ടുകാരനായ ഷാഹുവിന്റെ കാർഡായിരുന്നു അത്. കാര്യമായ വിദ്യാഭ്യാസമില്ലാതിരുന്ന ഷാഹുവിന്റെ കാർഡും കുറുപ്പ് തന്നെയാണ് പൂരിപ്പിച്ചത് എന്ന് മനസ്സിലായി. ആ കാർഡിൽ നിന്നും ഷാഹുവിന്റെ മേൽവിലാസം കിട്ടി. അപ്പോൾ തന്നെ മാവേലിക്കര സർക്കിൾ ഇൻസ്പെക്ടർ ദേവസ്യ, അദ്ദേഹം പിന്നീട് വിജിലൻസ് SP ആയിരുന്നു, ചാവക്കാട് കടപ്പുറത്തുള്ള ഷാഹുവിന്റെ വീട്ടിലെത്തി. കുറുപ്പിന്റെ മരണനാടകത്തിലെ തനിക്കുള്ള പങ്കിനെക്കുറിച്ച് ആരെങ്കിലും അറിയുമെന്നോ താൻ പിടിക്കപ്പെടുമെന്നോ അയാൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ചാവക്കാട് തന്നെ ഒരു ഉൾപ്രദേശത്ത് താമസിച്ചിരുന്ന അയാൾക്ക് പത്രം വായിക്കുന്ന പതിവില്ലായിരുന്നു. കുറുപ്പിന്റെ പദ്ധതി പൊളിഞ്ഞ കാര്യം അയാൾ അറിഞ്ഞിരുന്നുമില്ല. ആദ്യം കുറ്റകൃത്യത്തിൽ പങ്കില്ല എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് സമ്മർദ്ദം കൂടാതെ തന്നെ ഷാഹു എല്ലാം സമ്മതിച്ചു. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൊല്ലപ്പെട്ടത് ചാക്കോയാണെന്ന് മനസ്സിലായെങ്കിലും അത് സ്ഥിരീകരിക്കണമെങ്കിൽ ആളെ തിരിച്ചറിയാനുള്ള ശാസ്ത്രീയ പരീക്ഷണങ്ങൾ ആവശ്യമായിരുന്നു. ആദ്യത്തെ പരിശോധനയിൽ മരിച്ചയാളിന്റെ പ്രായവും ഉയരവും കണക്കാക്കിയിരുന്നു. കൊല്ലപ്പെട്ട ചാക്കോയുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ലഭ്യമായിരുന്നു. ഫോട്ടോയുമായി ഒത്തുനോക്കുന്നതിനായിട്ട് സൂപ്പർ ഇമ്പോസിഷൻ പരിശോധന നടത്തണമെങ്കിൽ മൃത ശരീരത്തിൽ നിന്ന് തലയോട് എടുക്കണമായിരുന്നു. അതിനായി കുറുപ്പിന്റെ വീട്ടിലെ ശവക്കുഴി തുറക്കാൻ തീരുമാനിച്ചു. ചെങ്ങന്നൂർ RDOയുടെ സാന്നിധ്യത്തിൽ ഫെബ്രുവരി 1-ാം തീയതി ശവക്കുഴി തുറന്ന് ശവശരീരം പുറത്തെടുത്തു. ആദ്യത്തെ പോസ്റ്റ്മോർട്ടം പരിശോധന നടന്ന് 11 ദിവസം കഴിഞ്ഞിരുന്നു. അന്നും ധാരാളം ജനങ്ങൾ കൂടിയിരുന്നു. ശവശരീരത്തിന്റെ തലയോടും വലതുപാദത്തിലെ എല്ലുകളും മാത്രമാണ് കൂടുതൽ പരിശോധന നടത്താവുന്ന വിധത്തിൽ തീപിടിച്ച് കരിയാതെ അവശേഷിച്ചിരുന്നത്. ഇവ രണ്ടും ഞാൻ ശേഖരിച്ചു. തലയോട് ഉപയോഗിച്ച് സൂപ്പർ ഇമ്പോസിഷൻ ചെയ്യുവാനും വലതുപാദത്തിന്റെ അസ്ഥികളിൽ നിന്നൊരു പാദം സൃഷ്ടിച്ച് ചാക്കോയുടെ പാദരക്ഷയുമായി യോജിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു. കുഴിച്ചെടുത്ത തലയോടിന്റെ മുകൾ ഭാഗം കരിഞ്ഞ് പല കഷ്ണങ്ങളായിരുന്നു. അതെല്ലാം യോജിപ്പിക്കുക എന്നത് വളരെ ശ്രമകരമായ ജോലിയായിരുന്നു. ആലപ്പുഴയിൽ ഞാൻ താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സിലെ ഒരു മുറി ഡാർക്ക് റൂമാക്കി മാറ്റിയാണ് സൂപ്പർ ഇമ്പോസിഷന്റെ ഫോട്ടോഗ്രാഫിക് ജോലിയൊക്കെ ഞാൻ ചെയ്തത്. ചാക്കോയുടെ മുഖത്തിന്റെ ചിത്രം യഥാർത്ഥ വലുപ്പത്തിൽ എൻലാർജ് ചെയ്ത് തലയോടിന്റെ യഥാർത്ഥ വലുപ്പത്തിലുള്ള ചിത്രവുമായി താരതമ്യം ചെയ്തു. താടിയലിന്റെ കീഴ്ഭാഗം കുറെ കരിഞ്ഞു പോയതിനാൽ മുഖത്തിന്റെ കീഴ്ത്താടിയുമായുള്ള താരതമ്യം പ്രയാസമായിരുന്നു. അതൊഴിച്ചുള്ള മറ്റുള്ള ഭാഗങ്ങൾക്ക് തമ്മിൽ നല്ല യോജിപ്പുണ്ടായിരുന്നു. പാദത്തിന്റെ അസ്ഥിയിൽ നിന്ന് പാദം സൃഷ്ടിക്കുക എന്നത് വളരെ ശാസ്ത്രീയമായി ചെയ്യേണ്ട ഒരു പരീക്ഷണമാണ്. ഇംഗ്ലണ്ടിൽ ബക്ക് റക്സ്റ്റൺ കേസിലാണ് ആദ്യമായി പാദങ്ങൾ സൃഷ്ടിച്ച് കൊല്ലപ്പെട്ട സ്ത്രീകളുടെ പാദരക്ഷകളുമായി യോജിക്കുന്നുണ്ടോ എന്ന പരീക്ഷണം നടത്തിയത്.
ആ കേസിൽ മൃതശരീരങ്ങളുടെ പാദങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ പാദങ്ങളുടെ ഒരു മോൾഡ് ഉണ്ടാക്കുവാനും പാദങ്ങൾ പുനഃസൃഷ്ടിക്കുവാനും എളുപ്പമായിരുന്നു. ഇത് നമുക്ക് റെഫറൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്ന പിക്ചേഴ്സാണിത്. ഒന്ന് വലതു കാലിലെ എല്ലുകൾ പരസ്പരം യോജിപ്പിച്ചതിന് ശേഷമുള്ള പിക്ചറാണിത്. അതിനുശേഷം എല്ലുകൾക്ക് മീതെ കളിമണ്ണ് പൊതിഞ്ഞ് ഒരു പാദത്തിൻ്റെ രൂപം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ചാക്കോയുടെ ചെരുപ്പുമായി ഇത് ഒത്തുനോക്കുകയായിരുന്നു. ഈ ഒരു പ്രക്രിയയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിന് തൊട്ട് മുമ്പിലുള്ള പേജിൽ സൂപ്പർ ഇമ്പോസിഷൻ എന്ന് പറയുന്ന പണ്ടത്തെ രീതിയാണിത്. ഇപ്പോഴും ചില കേസിലൊക്കെ ഉപയോഗിക്കാറുണ്ടെന്ന് തോന്നുന്നു സൂപ്പർ ഇമ്പോസിഷൻ എന്നുള്ള രീതി. ഇപ്പോൾ അതിലും നൂതനമായ മാർഗങ്ങളുള്ളതിൻ്റെ പേരിൽ ഇതിൻ്റെ കാലഘട്ടം എന്തായാലും അവസാനിച്ചു. ലാസ്റ്റായിട്ട് ചെയ്തത് ഒരു യുവതിയുടെ ഒരു കേസിനാണ് ചെയ്തത്, ചാക്കിൽ കെട്ടിയ ഒരു ശരീരം കിട്ടിയപ്പോൾ. എന്നാൽ കുഴിച്ചെടുത്ത മൃതശരീരത്തിലെ വലതു പാദം അസ്ഥി മാത്രമായിരുന്നു. അതും പല ചെറിയ എല്ലുകൾ പരസ്പരമുള്ള ബന്ധം വേർപെട്ട നിലയിലും. പാദം നിർമ്മിക്കണമെങ്കിൽ ആദ്യം എല്ലുകൾ തമ്മിൽ നേർത്ത കമ്പി കൊണ്ട് ബന്ധിപ്പിക്കണം. ആ ജോലി എളുപ്പമായിരുന്നു. അടുത്ത നടപടി പാദത്തിൽ ഓരോ ഭാഗത്തുമുള്ള മാംസത്തിൻ്റെയും ഘനം എത്രയാണെന്നറിയണം. അതിനായി ഞാൻ മെഡിക്കൽ കോളേജിലെ അനാട്ടമി വകുപ്പിലെ ഒരു യുവ ഡോക്ടറായിരുന്ന ഉണ്ണിത്താൻ്റെ സഹായത്തോടു കൂടി 13 ശവശരീരങ്ങളുടെ ഓരോ പാദങ്ങളിലെയും 37 സ്ഥാനങ്ങളിലെ അനാട്ടമി പോയിന്റ്സ് എന്നാണ് അതിന് പറയാം. മാംസത്തിൻ്റെ കനം, ടിഷ്യൂ തിക്നെസ് അളന്ന് രേഖപ്പെടുത്തി. ഈ അളവുകളുടെ ശരാശരി മീൻ തിക്നെസ് കണ്ടുപിടിച്ചു. അതിനുശേഷം ഓരോ സ്ഥാനത്തിനും ശരാശരി മാംസകരമനുസരിച്ച്. എന്നാൽ സൂപ്പർ ഇമ്പോസിഷനെ പോലെ ഇതും നല്ലൊരു തെളിവായിട്ടാണ് കോടതി സ്വീകരിച്ചത്. ഭാസ്കരപ്പിള്ളയും ഷാഹുവും അറസ്റ്റ് ചെയ്യപ്പെട്ടതോടെ ഡ്രൈവർ പൊന്നപ്പനെ വലയിലാക്കാൻ പോലീസ് കിണഞ്ഞ് പരിശ്രമം തുടങ്ങി. ആലുവയിൽ ഒരു ലോഡ്ജിൽ കുറുപ്പിനെ വിട്ട ശേഷം വിവരങ്ങൾ തിരക്കാൻ മാവേലിക്കരയിലെത്തിയ പൊന്നപ്പൻ നാട്ടുകാർ വളഞ്ഞപ്പോൾ അപ്രത്യക്ഷനായതായ പിന്നീട് അയാളെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലായിരുന്നു. അങ്ങനെയിരിക്കെ 1984 ഫെബ്രുവരി 12 മുഹമ്മ ബോട്ട് ജെട്ടിൽ വെച്ച് പൊന്നപ്പൻ അറസ്റ്റിലായി. അപ്പോൾ സംഭവം നടന്ന് ഏകദേശം 3 ആഴ്ച പിന്നിട്ടിരുന്നു. പൊന്നപ്പനെ പോലീസ് പിടികൂടിയപ്പോൾ അയാളുടെ മുഖത്തും പൊള്ളലേറ്റ പാടുകളുണ്ടായിരുന്നു. നെറ്റിയും പുരികവും കരുവാളിച്ചിരുന്നു. ഷാഹുവിനെയും ഭാസ്കരപ്പിള്ളയെയും പിടികൂടിയെന്നറിഞ്ഞതോടെ പൊന്നപ്പന് പിടിച്ചു നിൽക്കാനാവാതായി. അയാളും എല്ലാം തുറന്നു സമ്മതിച്ചു. ഫെബ്രുവരി 13 ഞാൻ അയാളുടെ ദേഹപരിശോധന നടത്തി. അയാളുടെ നെറ്റിയിലും കൈകളിലും പൊള്ളലേറ്റ അടയാളം അപ്പോഴും ഉണ്ടായിരുന്നു. പുരികങ്ങളും തലമുടിയും കരിഞ്ഞ ലക്ഷണങ്ങൾ അപ്പോഴും കാണാമായിരുന്നു. അയാളെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ഇതിനിടയിൽ ഒളിവിപ്പോയ കുറുപ്പിനെ പിടികൂടാൻ പോലീസ് കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. കൊലപാതകത്തിന് ശേഷം കുറുപ്പ് ഭൂട്ടാനിലേക്കാണ് പോയത്. പിന്നാലെ പൊന്നപ്പനും ഭൂട്ടാനിലെത്തിയിരുന്നു. അവിടെ ആശുപത്രിയിലെ കമ്പൗണ്ടറായി ജോലിയുള്ള ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ കുറച്ചു ദിവസം താമസിച്ചു. ശേഷം കുറുപ്പ് രഹസ്യമായി ചെറിയനാട്ട് വന്നു. ഫെബ്രുവരി 10 വെളുപ്പിന് 3:30 മണിക്ക് സുകുമാരക്കുറുപ്പ് ചെറിയനാട്ടുള്ള അയാളുടെ അമ്മാവൻ്റെ വീട്ടിൽ വന്നതായി വിവരം ലഭിച്ചതനുസരിച്ച് പോലീസ് അവിടെ എത്തി. അപ്പോഴേക്കും അവിടെ നിന്നും പോയി കഴിഞ്ഞിരുന്നു. പിന്നീട് കുറുപ്പ് ബോംബെ, മുസംഗാബാദ്, ഭോപ്പാൽ തുടങ്ങിയ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും താമസിച്ചതായി വിവരം ലഭിച്ചതനുസരിച്ച് അവിടെയെല്ലാം പോലീസ് എത്തിയിരുന്നു. കുറുപ്പിന് ഒരു ആറാമിന്ദ്രിയം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. എവിടെയും പോലീസ് എത്തുന്നതിന് മുമ്പ് തന്നെ അയാൾ അപ്രത്യക്ഷനാകുമായിരുന്നു. കുറുപ്പിനെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചു. അയാളുടെ സ്വത്തുക്കൾ സർക്കാർ കണ്ടുകെട്ടി. ഭാസ്കരപ്പിള്ള, പൊന്നപ്പൻ, കുറുപ്പിൻ്റെ ഭാര്യ സരസമ്മ, ഭാസ്കരപ്പിള്ളയുടെ ഭാര്യ തങ്കമണി എന്നിവരെ പ്രതികളാക്കി കുറ്റപത്രം സമർപ്പിച്ചു. 1990 ഡിസംബറിൽ ആലപ്പുഴ അഡീഷണൽ സെഷൻസ് കോടതിയിൽ കേസിൻ്റെ വിസ്താരം തുടങ്ങി. ബഹുമാനപ്പെട്ട ജഡ്ജി ശ്രീ ഗോപാലകൃഷ്ണപിള്ളയാണ് കേസ് കേട്ടത്. മരിച്ചുപോയ ശ്രീ കുഞ്ഞിരാമ മേനോനായിരുന്നു സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ. ഷാഹുവിനെ മാപ്പുസാക്ഷിയാക്കിയിരുന്നു. ഞാൻ 76ാം സാക്ഷിയായിരുന്നു. പ്രതിഭാഗം അഭിഭാഷകൻ സുപ്രസിദ്ധനായ ശ്രീ മഹേശ്വരൻ. കോടതി വാദങ്ങളിൽ പ്രമുഖമായിരുന്ന സൂപ്പർ ഇമ്പോസിഷൻ നടത്തിയ തലയോട് കരിഞ്ഞു പോയതിനാൽ മുഖത്തിലെ എല്ലാ ഭാഗങ്ങളുമായുള്ള താരതമ്യം സാധ്യമായിരുന്നില്ല. ഇത് പ്രതിഭാഗത്തിന് ശക്തമായി വാദിക്കാനുള്ള അവസരം നൽകി. സൂപ്പർ ഇമ്പോസിഷനും പാദത്തിൻ്റെ സൃഷ്ടിയും അസന്നിഗ്ധമായ തെളിവുകളല്ല എന്ന് കോടതി അഭിപ്രായപ്പെട്ടു. അത് ശരിയാണതാണ്. അതുപോലെ ഭാസ്കരപ്പിള്ളയെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഞാൻ പരിശോധിച്ചപ്പോൾ സമ്മതം വാങ്ങിയിരുന്നില്ല എന്നതും ഒരു പോരായ്മയായി കോടതി അഭിപ്രായപ്പെട്ടു. അത് എൻ്റെ ഭാഗത്തുണ്ടായിരുന്ന ഒരു നടപടി പിശകുമായിരുന്നു. ക്രിമിനൽ നടപടി നിയമം 53ാം വകുപ്പിനനുസരിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളെ പരിശോധിക്കുമ്പോൾ മാത്രമേ സമ്മതം ആവശ്യമല്ലാതെയുള്ളൂ.
മറ്റെല്ലാ അവസരങ്ങളിലും പരിശോധിക്കപ്പെടുന്ന ആളിൻ്റെ സമ്മതം എഴുതി വാങ്ങണം. വളരെ നാൾ നീണ്ട വിചാരണയ്ക്ക് ശേഷം കോടതി വിധി പ്രസ്താവിച്ചു. കുറുപ്പിൻ്റെ ഭാര്യയെയും അവരുടെ അനുജത്തിയെയും കോടതി വെറുതെ വിട്ടു. പൊന്നപ്പനും ഭാസ്കരപിള്ളയ്ക്കും ജീവപര്യന്തം ശിക്ഷയാണ് വിധിച്ചത്. ശിക്ഷയ്ക്കെതിരായി ഭാസ്കരപിള്ളയും പൊന്നപ്പനും കേരള ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചു. ബഹുമാനപ്പെട്ട ജസ്റ്റിസുമാരായിരുന്ന ശ്രീ KT തോമസ്, PA മുഹമ്മദ് എന്നിവരുടെ ബെഞ്ചാണ് വാദം കേട്ടത്. പ്രതിഭാഗം മാപ്പുസാക്ഷി നൽകിയ തെളിവിൻ്റെ വിശ്വാസ്യതയാണ് പ്രധാനമായും ചോദ്യം ചെയ്തത്. കൊലപാതകത്തിൽ ഒരു പ്രധാന പങ്ക് വഹിച്ച ആളാണെങ്കിലും ദൃക്സാക്ഷി എന്ന നിലയിൽ അയാൾ നൽകിയ തെളിവുകൾ സത്യവും കേസിൻ്റെ വസ്തുതകളുമായി പൂർണ്ണമായി യോജിക്കുന്നുവെന്ന് കോടതി കണ്ടെത്തി. കാറിൽ പെട്രോൾ ഒഴിച്ച് കത്തിച്ചപ്പോൾ 1-2 പ്രതികൾക്ക് പൊള്ളലേറ്റിരുന്നു എന്ന മാപ്പുസാക്ഷിയുടെ മൊഴി സത്യമാണെന്ന് അവരുടെ ശരീരപരിശോധന നടത്തിയ ഡോക്ടർ ഉമാദത്തൻ്റെ കണ്ടെത്തലിൽ നിന്ന് വ്യക്തമായിട്ടുണ്ടെന്ന് കോടതി അഭിപ്രായപ്പെട്ടു. കൊല്ലപ്പെട്ടത് ചാക്കോയാണെന്ന് അസന്നിഗ്ധമായി തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന പ്രതിഭാഗം അഭിഭാഷകൻ ശ്രീ MN സുകുമാരൻ നായരുടെ വാദത്തോട് കോടതി യോജിച്ചില്ല. എല്ലാ കൊലപാതകങ്ങളിലും കൊല്ലപ്പെട്ടയാൾ ആരാണെന്ന് തെളിയിക്കപ്പെടേണ്ട ആവശ്യമില്ല എന്ന് കോടതി അഭിപ്രായപ്പെട്ടു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ നരഹത്യയെക്കുറിച്ചുള്ള പ്രതിപാദിക്കുന്നതിൽ ആരുടെയെങ്കിലും പ്രവൃത്തി കൊണ്ട് മരണം സംഭവിച്ചാൽ എന്നും മരണമെന്നാൽ ഒരു മനുഷ്യൻ്റെ മരണം എന്നുമാണ് നിർവചിച്ചിരിക്കുന്നത്. അതിനാൽ മരണപ്പെട്ട ആളാരാണെന്ന് തീർത്തും നിർണ്ണയിക്കേണ്ട ആവശ്യമില്ല. പ്രതികൾ ഒരു മനുഷ്യനെ കൊലപ്പെടുത്തിയെന്ന് സംശയാതീതമായി തെളിഞ്ഞാൽ മതി. ബഹുമാനപ്പെട്ട ഹൈക്കോടതി കീഴ്ക്കോടതിയുടെ വിധി ശരിവെച്ചുകൊണ്ട് ഈ അപ്പീൽ തള്ളി ഉത്തരവായി. ഈ കേസിൻ്റെ അന്വേഷണത്തിന് പുറകിൽ നിരവധി പോലീസ് ഉദ്യോഗസ്ഥരുടെ ആത്മാർത്ഥവും അശ്രാന്തവുമായ പരിശ്രമം ഉണ്ടായിരുന്നു. അന്വേഷണത്തിൻ്റെ പ്രാരംഭദശയിൽ അവരോടൊപ്പമുണ്ടായിരുന്ന വ്യക്തി എന്നതിൽ ഞാൻ ഇപ്പോഴും അവരെ അഭിമാനത്തോടു കൂടി ഓർമ്മിക്കുന്നു. SP ആയിരുന്ന ശ്രീ രാമചന്ദ്രൻ, DYSP ആയിരുന്ന ശ്രീ ഹരിദാസ്, ഇൻസ്പെക്ടർമാരായിരുന്ന ശ്രീ ദേവസ്യ, സക്കറിയ, ക്രിസ്റ്റി ബാസ്റ്റിൻ തുടങ്ങിയ നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ നല്ലൊരു പ്രകടനമാണ് കാഴ്ചവെച്ചത്. സുകുമാരക്കുറുപ്പിനെ കണ്ടെത്താൻ 1984 ജനുവരിയിൽ തുടങ്ങിയ അന്വേഷണം പോലീസ് ഇനിയും അവസാനിപ്പിച്ചിട്ടില്ല. കേരളത്തിലെ ഒട്ടെല്ലാ പ്രദേശങ്ങളിലും പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. കുറുപ്പ് അവസാനമായി തങ്ങി എന്നതിൻ്റെ തെളിവ് കിട്ടിയ പല സ്ഥലങ്ങളിലും പോലീസ് സംഘം എത്തി അന്വേഷണം നടത്തിയിരുന്നു. കുറുപ്പിനെ കണ്ടതായി അക്കാലത്ത് പോലീസിന് ലഭിച്ച സന്ദേശങ്ങളിൽ പലതും തെറ്റായിരുന്നു. ഇതിനിടയിൽ കുറുപ്പ് ഉത്തരേന്ത്യയിലെ ഒരു നഗരത്തിൽ താമസിച്ചു വരവെ ഹൃദ്രോഗബാധയുണ്ടായി മരണമടഞ്ഞു എന്നൊരു വാർത്തയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിന് പ്രയോജനപ്രദമായ വിവരങ്ങളൊന്നും ലഭിച്ചില്ല. അബുദാബിയിൽ ഉയർന്ന ശമ്പളം വാങ്ങി സുഖജീവിതം നയിച്ചിരുന്ന കുറുപ്പിൻ്റെ അത്യാഗ്രഹം നിരപരാധിയായ ഒരു യുവാവിനെയും അയാളുടെ കുടുംബത്തെയും നശിപ്പിച്ചു. ചാക്കോ കൊല്ലപ്പെടുമ്പോൾ ഭാര്യ ശാന്തമ്മ ഗർഭിണിയായിരുന്നു. അവരുടെ കുട്ടി ഇപ്പോൾ ഈ ബുക്ക് ഞാൻ എഴുതുമ്പോൾ 24 വയസ്സുള്ള യുവാവാണ്. ജനിക്കും മുമ്പേ പിതാവ് നഷ്ടപ്പെട്ടയാൾ. കുറുപ്പിൻ്റെ കുടുംബവും തകർന്നു. അയാളുടെ കുട്ടികൾക്കും ഫലത്തിൽ പിതാവില്ലാതായി. ദേശീയപാതയിലൂടെ വടക്കോട്ട് യാത്ര ചെയ്യുന്ന അവസരങ്ങളിൽ ആലപ്പുഴ വണ്ടാനത്തെത്തുമ്പോൾ എൻ്റെ കണ്ണുകൾ ഒരിക്കൽ സുകുമാരക്കുറുപ്പിൻ്റേതായിരുന്ന ആ പണിതീരാത്ത ഇരുനില കെട്ടിടത്തിലേക്ക് തിരിയും. അത്യാഗ്രഹത്തിൻ്റെ ഒരു മൂകപ്രതീക്ഷയായി ഇപ്പോഴും ആ വീട് അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ കേസ് ഹിസ്റ്ററി ഇതോടുകൂടി അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ ഇത്ര നേരം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.